നമസ്തേ. പ്രസിദ്ധമായ കാടാമ്പുഴ ക്ഷേത്രത്തിൽ മലബാർ ദേവസ്വം ബോർഡിന്റെ വക വീണ്ടും കടുത്ത ആചാര ലംഘനം. പതിറ്റാണ്ടുകളായി കാടാമ്പുഴ ക്ഷേത്രത്തിൽ ദേവിയുടെ പിറന്നാളായ കാർത്തിക വിളക്കിന്റെ അന്ന് എല്ലാ ഭക്തജനങ്ങൾക്കും ഇലയിൽ സദ്യ നൽകി വരുന്ന പതിവാണ് ഉള്ളത്. നമ്മുടെ ഭാരതീയ ആചാരപ്രകാരം വിളക്ക് കത്തിച്ചു വെച്ച ഇലയിൽ തന്നെയാണ് നാം പിറന്നാൾ ദിനത്തിലൊക്കെ ഊണ് കഴിക്കാറ്. പാശ്ചാത്യ രീതിയാണ് ഈ ബൊഫെ എന്നത്. പാശ്ചാത്യ രീതിയെ ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന തരത്തിൽ പിറന്നാൾ ദിനത്തിൽ ദേവിയുടെ പിറന്നാൾ ദിനമായ കാർത്തിക വിളക്കിന്റെ അന്ന് തന്നെ സദ്യ നൽകുന്നതിന് പകരം ബുഫേ രീതിയിലേക്ക് ഊണ് മാറ്റി അത് ജനങ്ങൾക്ക് നൽകി. ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഈ നിലപാടിനെതിരെ നിരവധി ഹൈന്ദവ സംഘടനകൾ ഒന്നാകെ നാമജപയാത്ര അടക്കമുള്ള പ്രതിഷേധങ്ങൾ നടത്തി. എങ്കിലും ദേവസ്വം ബോർഡ് അംഗങ്ങൾ ആ തീരുമാനം ഇത്തവണ നടപ്പിലാക്കി. എന്നാൽ വർഷങ്ങളായി നടന്നു വരുന്ന ഈ ആചാരത്തെ ഇനിയും ദേവസ്വം ബോർഡ് അംഗങ്ങളും എക്സിക്യൂട്ടീവ് ഓഫീസറും മാറ്റിമറിച്ചാൽ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കും എക്സിക്യൂട്ടീവ് ഓഫീസർക്കും വൻ തിരിച്ചടി നേരിടേണ്ടി വരും എന്ന് ഹൈന്ദവ സംഘടനകളെയും ഭക്തജനങ്ങളെയും പ്രതിനിധീകരിച്ച ബൈജു കാടാമ്പുഴ അറിയിച്ചു. കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ അറിയപ്പെടുന്ന ക്ഷേത്രമാണ് കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം. ഇവിടെ വർഷങ്ങളായിട്ട് ഞങ്ങൾക്കൊക്കെ ഓർമ്മ വെച്ച നാൾ മുതൽ, എൻ്റെ വീട് കാടാമ്പുഴ തന്നെയാണ്, കാടാമ്പുഴ അടുത്ത് തന്നെയാണ് ഞാൻ താമസിക്കുന്നത്. ഓർമ്മ വെച്ച നാൾ മുതൽ അവിടെ അമ്മയുടെ പിറന്നാളിന് ഒരു 5000-6000-ഓളം പേർക്ക് അല്ലെങ്കിൽ അമ്മയുടെ ഭക്തർക്ക് അന്നദാനം ഫ്രീ ആയിട്ട് അന്നദാനം കൊടുക്കുക എന്നുള്ളൊരു ചടങ്ങുണ്ട്. അത് ഭാരതീയ ആചാരപ്രകാരം അല്ലെങ്കിൽ നമ്മുടെ ഹൈന്ദവ ആചാരപ്രകാരം അത് അനുഷ്ഠിച്ചു പോരുകയാണ് വർഷങ്ങളായിട്ട്. അതായത് ഇലയിൽ സദ്യ വിളമ്പിട്ട് അമ്മയുടെ ഭക്തജനങ്ങളെ അന്നം മൂട്ടുക എന്നുള്ളതാണ് അവിടുത്തെ രീതി. നമുക്കറിയാം, ഭാരതീയ ആചാരപ്രകാരം നമ്മുടെ വീടുകളിലായാലും നമ്മുടെ വ്യക്തികളിലെ പിറന്നാളുകളായാലും നമ്മൾ അതേപോലെ തന്നെയാണ് ആചരിക്കാറ്. വിളക്ക് വെച്ചിട്ട് ദീപത്തെ പ്രോജ്വലിപ്പിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ വിളക്ക് ഊതിക്കെടുത്തിക്കൊണ്ട് ഒരു വിദേശ സംസ്കാരത്തിനല്ല നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. പാശ്ചാത്യർ പോലും ഇപ്പോൾ എന്താ പറയുക, നമ്മളെ ഭാരതീയ സംസ്കാരത്തെ ഫോളോ ചെയ്തു വരുന്നൊരു കാലഘട്ടമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. പക്ഷേ ഇവിടെ നമ്മുടെ സംസ്കാരത്തിനെ നമ്മൾ അവഹേളിക്കുകയാണ്. അത് മലബാർ ദേവസ്വം ബോർഡും അതിന് കൂട്ടുനിൽക്കുന്നതാണ്. ഇവിടെ തൃക്കാർത്തിക മഹോത്സവത്തിന് ഞങ്ങൾ കണ്ടത് അദ്ദേഹം ആചാര ലംഘനം തന്നെയാണ് ശരിക്കും നടത്തിയത്. അല്ലെങ്കിൽ ഇവിടുത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ ആചാര ലംഘനം തന്നെയാണ് നടത്തിയത്. മലബാർ ദേവസ്വം ബോർഡിൻ്റെ അധികാരികളുടെ ഒത്താശ ഉണ്ടോ എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. പക്ഷേ ഇദ്ദേഹം വ്യക്തിപരമായിട്ട് അത് ചെയ്യാനുള്ള അധികാരം അദ്ദേഹത്തിനുണ്ട്. എക്സിക്യൂട്ടീവ് ഓഫീസർ അദ്ദേഹത്തിനുള്ള അധികാരങ്ങൾ അദ്ദേഹം ഇവിടെ നടപ്പിലാക്കും എന്നുള്ളൊരു തന്നെയാണ്. അതുതന്നെയായിരുന്നു ഇവിടെ നടന്നിട്ടുള്ളത്. വർഷങ്ങളായിട്ട് നടക്കുന്ന ഇലയിൽ അന്നം കൂട്ടുക എന്നുള്ളതിന് പകരം ബുഫേ രൂപത്തിൽ, അതായത് പാശ്ചാത്യ രീതിയെ അല്ലെങ്കിൽ ഇവിടെ ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുക എന്നുള്ളൊരു അദ്ദേഹത്തിൻ്റെ ഒരു ചിലപ്പോൾ മാർക്സിസ്റ്റ് തത്വം ഉണ്ടായിരിക്കും. അതാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അങ്ങനെ ഒരു തത്വം അദ്ദേഹം ഇവിടെ കൊണ്ടുവരാൻ നോക്കി. പക്ഷേ ഞങ്ങൾ അറിഞ്ഞു, 10-ാം തീയതിയാണ് ഞങ്ങൾ അറിയണം. ഒരിക്കലും നമുക്കൊരു ഹൈക്കോടതിയിൽ പോയിട്ട് സ്റ്റേ മേടിക്കാനുള്ളൊരു സമയം നമുക്ക് കിട്ടിയില്ല. അഡ്വക്കേറ്റ് ചങ്കുട്ടി വക്കീലൊക്കെ ഞങ്ങൾ സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്ക് സമയമില്ല, ഞങ്ങൾ എങ്ങനെയും പ്രതിഷേധിച്ചുകൊണ്ട് നിങ്ങളെന്തെങ്കിലും ചെയ്യൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ നിന്ന് കിട്ടിയ വാക്ക്. അപ്പോൾ അടുത്ത പ്രാവശ്യം നമ്മൾ അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ഇപ്രാവശ്യം തന്നെ ചെയ്തു വയ്ക്കും. അത് വേറെ കാര്യം. കാരണം ഇങ്ങനൊരു ആചാരം ഞങ്ങൾ ഒരിക്കലും അനുവദിക്കുന്നതല്ല. കാടാമ്പുഴ ദേശക്കാരും അതുപോലെ തന്നെ കാടാമ്പുഴ അമ്മയുടെ ഭക്തരായിട്ടുള്ള മറ്റുള്ള ജില്ലകളിലും അല്ലെങ്കിൽ കാടാമ്പുഴ മലയാളികളായിട്ടുള്ള ആൾക്കാർ മറ്റുള്ള സംസ്ഥാനത്തും ഞങ്ങൾക്ക് ഭക്തരുണ്ട്. അതുവർക്ക് അല്ലെങ്കിൽ കാടാമ്പുഴ അമ്മയുടെ ഭക്തരുണ്ട്. അവരൊക്കെ ഞങ്ങൾക്ക് ചിലപ്പോൾ വേണ്ടി വന്നാൽ അതൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ തയ്യാറുമാണ്. അപ്പോൾ അത് ബഹുമാനപ്പെട്ട എക്സിക്യൂട്ടീവ് ഓഫീസർ മനസ്സിലാക്കുക. വർഷങ്ങളായിട്ട് ഇവിടെ നടന്നു വരുന്നൊരു ആചാരമുണ്ട്. അത് പരമാവധി നമ്മൾ അതേപോലെ തന്നെ ഫോളോ ചെയ്യുന്നതാണ് അതിൻ്റെ ബുദ്ധി. അതല്ലേ, അങ്ങനെ തന്നെ വേണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം തന്നെ. അതേപോലെ തന്നെ അന്ന് ഞങ്ങളൊരു വലിയൊരു നാമജപ പ്രതിഷേധമാണ് ഞങ്ങൾ നടത്തിയത്. ഞങ്ങൾ ഈ ഒരു സംഭവം അറിഞ്ഞുകൊണ്ട് തന്നെ എക്സിക്യൂട്ടീവ് ഓഫീസറെ കണ്ടു. BJP പരിവാർ സംഘടനകൾ, അതേപോലെ തന്നെ NSS, SNDP, മറ്റുള്ള ഹൈന്ദവരായിട്ടുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെ ആൾക്കാർ, അത് പ്രത്യേകം പറയേണ്ടതായിട്ടുണ്ട്. കാരണം കാടാമ്പുഴ അമ്മയുടെ ആശ്രിതരായിട്ടുള്ള ഒരുപാട് ഭക്തജനങ്ങൾ ഇവിടെ ഉണ്ട്. അത് അവർക്ക് ഒരു തിരിച്ചടിയാവും എന്നുള്ളൊരു ഒരു വാണിംഗ് കൂടെയാണ് ഞങ്ങളിത് തരുന്നത്. കാരണം രാഷ്ട്രീയമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, കാരണം ഒരുപാട് ഇഷ്യൂസ് ഇവിടെ ശബരിമല ഇഷ്യൂസിലൊക്കെ ഉണ്ടായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ ഹൈന്ദവ സമൂഹത്തിൽ വരുത്തിയിട്ടുണ്ട്. അത് മനസ്സിലാക്കുക. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് രാഷ്ട്രീയത്തിനെ ആ ഒരു രീതിയിലൂടെയും അതുപോലെ തന്നെ സംസ്കാരത്തെ അല്ലെങ്കിൽ ആചാരങ്ങളെ അതേ രീതിയിലൂടെയും കാണുക എന്നുള്ളത് നിങ്ങളൊരു ബുദ്ധിപൂർവമായിട്ടുള്ളൊരു പെരുമാറ്റം ഇനി ഉണ്ടാവണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ
പ്രതിഷേധിച്ചു. അദ്ദേഹം പിടിവാശിയിലായിരുന്നു, എക്സിക്യൂട്ടീവ് ഭയങ്കര പിടിവാശിയായിരുന്നു. കാരണം അദ്ദേഹത്തിനെ പോയി കണ്ടപ്പോൾ ഒരിക്കലും ഈ ഒരു ഇലയിൽ നിന്നുള്ള ഒരു രീതി മാറ്റിയിട്ട് അദ്ദേഹം ബുഫേ രൂപത്തിലായിരുന്നു ആക്കാൻ തീരുമാനിച്ചത്. അതായത് പാശ്ചാത്യ രീതി ഇവിടെ കൊണ്ടുവരിക, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. പാശ്ചാത്യ രീതിയിലുള്ള ഈ രീതി, അല്ലെങ്കിൽ ബാറിലും അതേപോലെ തന്നെ അദ്ദേഹം അതേ കണ്ടിട്ടുണ്ടാവുള്ളൂ. ബാറിലൊക്കെ പോയിട്ട് ഈ പ്ലേറ്റും വാങ്ങിയിട്ട് ഈ നക്കുന്ന ഈ രീതി ഉണ്ടല്ലോ, അങ്ങനെ ആ രീതി അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഞങ്ങളൊരു നല്ലൊരു സംസ്കാരത്തിൻ്റെ ഉറച്ചു വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു സംസ്കാരം പിന്തുടരുന്ന ഒരാൾക്കാർ തന്നെയാണ്. ഒരിക്കലും ഞങ്ങളൊരു ഫൈറ്റിങ്ങിന് പോകാറില്ല. ഈ സംഭവം നടന്നപ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവം ഉണ്ടെന്ന് പറഞ്ഞ് ഒരു നാമജപ പ്രതിഷേധം ഞങ്ങൾ സംഘടിപ്പിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ചെറുതായിട്ടൊന്നൊരു അയഞ്ഞു. പകുതി ബുഫേ രൂപത്തിലും പകുതി അലയിലും ആക്കാന്നുള്ള രൂപത്തിലേക്ക് പിന്നീട് അദ്ദേഹം വന്നു. അങ്ങനെ ഞങ്ങൾ അംഗീകരിച്ചു അത്. കാരണം ഞങ്ങൾക്ക് സമയമില്ല, ഒന്നാമത്തെ പ്രതിഷേധിക്കാനുള്ള സമയമില്ല. ഇവിടുത്തെ ഒരു ഹൈന്ദവ കൂട്ടായ്മ ആ സമയത്തിനുള്ളിൽ ഞങ്ങൾക്ക് തട്ടിയൊപ്പിക്കാനും പറ്റിയിട്ടില്ല. പക്ഷെ ഇവിടെ കോൺഗ്രസും മാർക്സിസ്റ്റും ഒന്നും അതിനെതിരെ വേറെ രീതി കൂടെയാണ് അവർ പ്രതിഷേധിച്ചിട്ടോ. അത് വേറെ കാര്യം. ഒരു ടീം അതെങ്ങനെ ചെയ്തതെന്ന് അറിയോ? പന്തം കൊളുത്തി പ്രകടനമായിരുന്നു അവർ ഉദ്ദേശിച്ചത്. പന്തം കൊളുത്തിയിട്ട് അമ്പലത്തിലെ ആചാരത്തിന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പന്തം കൊളുത്തിയിട്ട് പ്രകടനമായിരുന്നു അവർ ഉദ്ദേശിച്ചിരുന്നത്. എങ്ങനെയുണ്ട്? ഒരു നാമജപ പ്രതിഷേധം നടത്താനല്ല അവർ ഉദ്ദേശിച്ചത്. ഒരു ക്ഷേത്രത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു പരിഭാവനമുള്ള ക്ഷേത്രത്തിന്, അവിടുത്തെ ആചാരത്തിന് സംരക്ഷിക്കാൻ പന്തം കൊളുത്തി പ്രകടനമാണ് അവർ ഉദ്ദേശിച്ചത്. പോലീസ് അധികാരികൾ അതറിഞ്ഞു. അവർ പറഞ്ഞു, അവർ വാണിംഗ് കൊടുത്തു, അതൊരിക്കലും ഇവിടെ നടക്കുന്ന കാര്യമല്ല, അവരിത് മാറ്റും. ഇപ്പോഴും അത് അവർ ഭയങ്കര ഗർവോട് കൂടിയിട്ടാണ് ഞങ്ങളോടൊക്കെ, എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള കോൺഗ്രസ്സുകാരൊക്കെ അവരൊക്കെ എങ്ങനെ പറയുന്നത്. ഞങ്ങളത് നടത്തിയിട്ട് അതിനെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പന്തം കൊളുത്തി പ്രകടനം ചെയ്യാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് അവർ പറയുന്നത്. അപ്പോൾ അതാണോ? അല്ലെങ്കിൽ നാമജപ നാമജപം എന്ന് പറഞ്ഞു വെച്ചാൽ ഈ വേറെ ഇതുണ്ടേ, നമ്മളെന്താ പറയുക, ഈ നമശിവായ അല്ലെങ്കിൽ ആ ഒരു ഇതാണല്ലോ, അമ്മേ ദേവി നാരായണ, അമ്മേ നാരായണ, ലക്ഷ്മി നാരായണ, അതൊക്കെ ചൊല്ലണമല്ലോ. അത് ചിലപ്പോൾ അവർക്ക് പറ്റുന്നുണ്ടാവില്ലേ. അപ്പോൾ അവർക്ക് ലക്ഷ്യം വേറെയാണ്, രാഷ്ട്രീയ മുതലെടുപ്പാണ് അവർക്ക് ലക്ഷ്യം. എന്താ പറയുക, വിരോധാഭാസമാണല്ലേ.